ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഉത്തരം ഓപ്ഷൻ എ ആണ് യുവരാജ് സിംഗ്. യുവരാജ് സിംഗ് ആണ് 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പോൾ 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ആണ്. അപ്പോൾ 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ഉത്തരം യുവരാജ് സിംഗ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് റഷ്യ. റഷ്യയാണ് 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്തത്. അപ്പോൾ 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെല തുരങ്കം. സെല തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ UGC ആരംഭിക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ് സാരഥി. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ UGC ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി. അപ്പോൾ സാരഥി എന്ന പദ്ധതിയാണ് UGC ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ UGC ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി പദ്ധതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് നിഗർ ഷാജി. നിഗർ ഷാജി ആയിരുന്നു ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ. അപ്പോൾ ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. അപ്പോൾ നിഗർ ഷാജി ആയിരുന്നു ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2024 G20 ട്രോയ്ക്കയിലേക്ക് ഉള്ള അംഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയാണ് 2024 G20 ട്രോയ്ക്കയിലേക്കുള്ള അംഗങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ 2024 G20 ട്രോയ്ക്കയിലേക്കുള്ള അംഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ബ്രസീലും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 G20 ട്രോയ്ക്കയിലേക്കുള്ള അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ആരൊക്കെയാണ്? ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് 2024 G20 ട്രോയ്ക്കയിലേക്കുള്ള അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ 2026 നിലവിൽ വരുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ് മുംബൈ, അഹമ്മദാബാദ്. അപ്പോൾ ഇന്ത്യയിൽ 2026 നിലവിൽ വരുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയുമാണ്. അപ്പോൾ മുംബൈയെയും അഹമ്മദാബാദിനെയുമാണ് ഇന്ത്യയിൽ 2026 നിലവിൽ വരുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ 2026 ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയുമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ് നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ചിനെയാണ് 2024
മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്? അപ്പോൾ 2024 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് നൊവാക് ജോക്കോവിച്ചിനെയാണ്. നൊവാക് ജോക്കോവിച്ചിനെയാണ് 2024 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ് നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയെയാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 53ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. അപ്പോൾ നൻപകൽ നേരത്ത് മയക്കം ആണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയമാണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏതു സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മേഘാലയ. അപ്പോൾ 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ മേഘാലയയിലെ ഉൽപ്പന്നമാണ്. അപ്പോൾ മേഘാലയയിലെ ഉൽപ്പന്നമായ ലക്കഡോങ് മഞ്ഞളിന് 2023 ഡിസംബറിലാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. അപ്പോൾ 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ മേഘാലയയിലെ ഉൽപ്പന്നമാണ്. അപ്പോൾ മേഘാലയയിലെ ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ. ലക്കഡോങ് മഞ്ഞളിന് 2023 ഡിസംബറിലാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം? ഉത്തരം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരമാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂസ് മിസൈൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ് നിർഭയ്. അപ്പോൾ നിർഭയ് എന്ന ക്രൂസ് മിസൈലാണ് 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂസ് മിസൈൽ. അപ്പോൾ 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂസ് മിസൈൽ നിർഭയ് ആണ്. അപ്പോൾ നിർഭയ് എന്ന തദ്ദേശീയ സാങ്കേതിക ക്രൂസ് മിസൈലാണ് 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ചത്. അടുത്ത ചോദ്യം. കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി? ഉത്തരം ഓപ്ഷൻ എ ആണ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസ് ആണ് കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പോൾ കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അപ്പോൾ PA മുഹമ്മദ് റിയാസ് ആണ് കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളം. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേരളമാണ്. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുളത്തൂപ്പുഴ. അപ്പോൾ കുളത്തൂപ്പുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴയിലാണ്. അപ്പോൾ കുളത്തൂപ്പുഴയിലാണ് സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 50. അപ്പോൾ പ്രൊജക്ട് ടൈഗറിൻ്റെ 50ാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്. അപ്പോൾ 2023 പ്രൊജക്ട് ടൈഗറിൻ്റെ 50ാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്. പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? ഉത്തരം 50ാമത്തെ വാർഷികമാണ്.
അടുത്ത ചോദ്യം. കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച് കേരളത്തിലെ ആദ്യ ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ആദ്യമായിട്ട് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത്. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉത്തരം പാലക്കാടാണ്. അടുത്ത ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രിയ AS. പ്രിയ ASനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ ASനാണ്. അപ്പോൾ പ്രിയ ASനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. 2024 പ്രസിദ്ധീകരിച്ച മാനവ വികസന സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 134. അപ്പോൾ 2024 പ്രസിദ്ധീകരിച്ച മാനവ വികസന സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. അപ്പോൾ 2024 പ്രസിദ്ധീകരിച്ച മാനവ വികസന സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.